നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ രണ്ടാമതായി പോയിട്ടുണ്ട് FC ബാഴ്സലോണ. 10 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ റയലിനേക്കാൾ 5 പോയിൻ്റ് കുറവാണ്. 10 കളി 27 പോയിൻ്റാണ് റയലിന്. 10 കളി 22 പോയിൻ്റ് FC ബാഴ്സലോണക്കുള്ളൂ. മാത്രമല്ല എൽ ക്ലാസിക്കോ പൊട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത മത്സരം എൽച്ചയ്ക്കെതിരെ അവർക്ക് വിജയിച്ചേ പറ്റൂ. എൽ ക്ലാസിക്കോ ഒരർത്ഥത്തിൽ അവർക്കൊരു ഐ ഓപ്പണറാണ്. കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് വ്യക്തമായി തിരിച്ചറിയുകയാണ് ബാഴ്സലോണ. എൽച്ചയ്ക്കെതിരെയുള്ള കളി ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ്. അവിടെ മുതലൊരു വിജയ കുതിപ്പങ്ങ് നടത്തിയെങ്കിലേ പോയ സീസണിൽ നേടിയതൊക്കെയും ഈ സീസണിൽ തിരികെ പിടിക്കാൻ പറ്റുകയുള്ളൂ, നിലനിർത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലിക്കിന് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. ആഫ്റ്റർ എൽ ക്ലാസിക്കോ ബാഴ്സലോണ വീണ്ടും ട്രാക്കിലാവാൻ ചെയ്യേണ്ട 3 കാര്യങ്ങൾ, അതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി മാസ് റിട്ടേൺ. അതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബാഴ്സയ്ക്ക് ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി തിരികെ കൊണ്ടുവന്നേ പറ്റൂ. ബാഴ്സയുടെ ഡിഫെൻസീവ് ഫ്രെജിലിറ്റി ഒരു വറിയിങ് പാറ്റേണിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കുക, സെപ്റ്റംബർ 22 ഗെറ്റാഫയ്ക്കെതിരെയുള്ള മത്സരം 3-0 വിജയിച്ചതിന് ശേഷം ഒറ്റ കളിയിലും ബാഴ്സലോണ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിയിട്ടില്ല. അതിനുശേഷം 7 മത്സരങ്ങൾ നടന്നു. ബാഴ്സ 12 ഗോളുകൾ കൺസീഡ് ചെയ്തു. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട്. അക്രോസ് ഓൾ കോമ്പറ്റീഷൻസ് ഈ സീസണിൽ വെറും 3 ക്ലീൻ ഷീറ്റുകളാണ് അവർ നേടിയിട്ടുള്ളത്. 13 ഗെയിമുകളിൽ നിന്നും 3 ക്ലീൻ ഷീറ്റുകൾ. ഇത് ബാഴ്സലോണയെ അലാമിങ് ആക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, പോയ സീസണിലൊക്കെ ബാഴ്സലോണയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഹൈ ലൈൻ ഡിഫൻസാണ്. എന്നാൽ ഇത്തവണ എന്താ സംഭവിക്കുന്നത്? എതിരാളികൾ ആ ഹൈ ലൈൻ ഡിഫൻസ് പൊട്ടിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുകയും അത് പൊട്ടിച്ച് കടക്കുകയും ചെയ്യുന്നു. അവരത് എക്സ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. അതവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഗോൾ കീപ്പറെ 1-on-1 സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയി എക്സ്പോസ്ഡ് ആക്കുന്നൊരവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രശ്നം പരിഹരിക്കണം. കഴിഞ്ഞ തവണ ഇനീഗോ മാർട്ടിനസ് ഉണ്ടായിരുന്നു, തവണ ഇനീഗോ മാർട്ടിനസ് ഇല്ല. അങ്ങനെ ഇരിക്കെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇത് ഫിക്സ് ചെയ്ത് പറ്റൂ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം റഫീഞ്ഞയുടെ സ്പാർക്ക് വീണ്ടെടുക്കണം. പോയ സീസണിൽ ബാഴ്സലോണ മുന്നോട്ട് പോയതിൽ പ്രധാനപ്പെട്ട ഫാക്ടറുകളിലൊന്ന് റഫീഞ്ഞയുടെ മിന്നും ഫോം ആയിരുന്നു. റഫീഞ്ഞ കൊടുത്തൊരു സ്പാർക്ക് അതിൽ കയറി അങ്ങ് കൊളുത്തി. പക്ഷേ ഇത്തവണ എന്താ അവസ്ഥ? റഫീഞ്ഞയ്ക്ക് പരിക്ക്, കുറച്ചധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ബാഴ്സലോണ റഫീഞ്ഞയെ മിസ് ചെയ്യുന്നുണ്ട്. സോ വിത്തൗട്ട് റഫീഞ്ഞ വരുമ്പോൾ ബാഴ്സലോണ ലെസ് ഡൈനാമിക് ആണ് എന്നൊരു ഫീലിംഗ് ആണ് നമുക്കുള്ളത്. ഇഞ്ചുറീസ് ഉണ്ട്, ശരിയാണ്, കുറേ താരങ്ങൾക്ക് ഇഞ്ചുറിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു എക്സ്ക്യൂസായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇത്തരത്തിലുള്ളൊരു താരത്തിന് പകരം ആളെ കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. സോ എത്രയും പെട്ടെന്ന് റാഫീഞ്ഞ ഫിറ്റായിട്ട് മടങ്ങി വരിക. അതോടൊപ്പം തന്നെ റാഫീഞ്ഞ ഇല്ലെങ്കിൽ ആ സ്പാർക്ക് നിലനിർത്താൻ ബാഴ്സയ്ക്ക് കഴിയണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിടും. അടുത്ത മൂന്നാമത്തെ കാര്യം ലമീൻ യമാൽ. പോയ സീസണിൽ ബാഴ്സ മുന്നോട്ടേക്ക് പോയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചയാളാണ് ലമീൻ യമാൽ. അദ്ദേഹം പരിപൂർണ്ണ ഫിറ്റാവുക, കളിയിൽ ഫോക്കസ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാഴ്സ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് അത്. അദ്ദേഹത്തിന് പ്യൂബിക് ഏരിയയിൽ പ്രശ്നങ്ങളുണ്ട്, പിബാൽജിയ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നല്ലോ. അദ്ദേഹം അതിൽ നിന്നിപ്പോൾ മുക്തനായി വന്നിട്ടുണ്ട്. ആ ഇഞ്ചുറിയിൽ നിന്ന് മുക്തനാണ്. പക്ഷേ അദ്ദേഹത്തിന് പഴയ റിതം ഇപ്പോഴുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ തൻ്റെ പ്രൈവറ്റ് ലൈഫ് വളരെ വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കാക്കുക, അതിൻ്റെ മേലെ ചർച്ചയുണ്ടാക്കുക, പിന്നെ എതിർ ടീമിനെ കുറിച്ച് മോശമായിട്ടുള്ള പദപ്രയോഗം മാധ്യമങ്ങളിലൂടെ നടത്തുക, അത് വിവാദമാവുക, പ്രശ്നമാവുക, എതിർ ടീമിനെ മോട്ടിവേറ്റഡ് ആവുന്ന രൂപത്തിൽ ആക്ട് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി ഇടുക, പ്രശ്നങ്ങളാക്കുക. ഇതൊക്കെ ഇപ്പോൾ പയ്യൻ്റെ ഹോബിയാണ്. ഇതെല്ലാം മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഇതെല്ലാം മാറ്റിയിട്ട് പൂർണ്ണമായിട്ടും കളിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റണം. അതിന് ബാഴ്സലോണ ഇപ്പോൾ താരത്തെ ശരിയായ രൂപത്തിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ബാഴ്സ തീരുമാനിച്ചു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ 3 കാര്യങ്ങൾ, ഒന്ന് തീർച്ചയായിട്ടും ഡിഫൻസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. 2 റാഫീഞ്ഞയുടെ ആ സ്പാർക്ക് വീണ്ടെടുക്കണം. 3 പരിക്കിൻ്റെ പ്രശ്നങ്ങളിൽ പെട്ടുലയുന്ന ബാഴ്സ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ഒപ്പം
ലമീൻ യമാലിനെ പൂർണ്ണമായിട്ടും കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുകയും വേണം. അത് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.